ഹായ്, ഐ ആം മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് വന്ന് ഇ മേജർ സ്കെയിൽ. അപ്പോൾ ഇന്ന് ഇ മേജർ സ്കെയിൽ എങ്ങനെ പ്ലേ ചെയ്യുന്നതെന്ന് കാണിക്കാം. അതിൻ്റെ ഫിംഗറിങ് എങ്ങനെയാണ് പഠിക്കുക. അതേസമയം അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു പാട്ട് എടുക്കാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇ മേജർ സ്കെയിൽ ഇ ടു ഇ ഇതാണ് ഒരു ഒക്ടേവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം 8 കണ്ടോ, ഇങ്ങനെ 8 ഇതിലോട്ട് വേണ്ട, അതാണ് ഒക്ടേവ് എന്ന്. അപ്പോൾ ഇവിടെ അല്ല, ഇവിടെയാണ് കേട്ടോ, ഇ ടു ഇ. അപ്പോൾ ഇ ടു ഇ ഇവിടെയും അതുപോലെ തന്നെ ബേസ് ക്ലെഫും അതുപോലെ തന്നെ ഇ ടു ഇ. അതാണ് ഇ മേജർ സ്കെയിലിൻ്റെ ഒരു ഒക്ടേവ് എന്ന് പറയുന്നത് ഇങ്ങനെ. അന്നേരം നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാം വൈറ്റ് കീസ് അല്ല, എത്ര ബ്ലാക്ക് കീസ് വരുന്നത് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, എത്ര വരും? ഇതൊന്ന് സി, ഇത് ഇ, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്. എയിൽ വരുമ്പോൾ നമ്മൾ ഫിംഗർ മാറ്റി ഇവിടെ കൊണ്ടുവന്നു, ബി, സി ഷാർപ്പ്, ഡി, ഇത് ഡി ഷാർപ്പ്, പിന്നെ ഇ. ഇതാണ് ഇതിന്റെ ഫിംഗറിങ്. ഇങ്ങനെയാ പോകുന്നത്. ലെഫ്റ്റിൽ വരുമ്പോൾ 5th ഫിംഗർ കണ്ടോ, ഇ, എഫ് ഷാർപ്പിൽ 4th ഫിംഗർ വെച്ചു. ഇതുണ്ടോ, തേർഡ്, ഇവിടെ തേർഡ് ഫിംഗർ വന്നു. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 4 ബ്ലാക്ക് കീസ് വന്നല്ലേ. ഇവിടെ 2 ബ്ലാക്ക് കീസ് വന്നു, ഇവിടെ 2 ബ്ലാക്ക് നോട്ട് വന്നു. ഇത് വരത്തില്ല കേട്ടോ. 3 ബ്ലാക്ക്, ഇവിടെ 3 എണ്ണം ഉണ്ട്, അതിനകത്ത് ഈ 2 ബ്ലാക്ക് നോട്ടാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു പാട്ട് എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കാമെന്ന് മിസ് കാണിച്ചു തരാം. ഇത് കണ്ടോ, നിങ്ങൾ വന്ന് സി, ഇത് ഇയിലും ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതൊരു കോഡ്സ് ആയിട്ട് വരും. കണ്ടേ, ഈ കോഡാ. ഇങ്ങനെ പിടിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്കൊരു പാട്ടിന്റെ ശബ്ദം പോലെ തോന്നും, ഒരു ഇത് ഇതുണ്ട്. അപ്പൊ അതിന് ഇവിടെ ഒന്ന് ഇങ്ങനെ പിടിച്ച് നോക്കും. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് നിങ്ങൾക്ക് ഇവത്തിൽ തന്നെ ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് ഒരു പഴയ പാട്ട് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. അപ്പോൾ ആ പാട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം കാണിച്ചിട്ടുണ്ടേ, നിങ്ങളിത് എങ്ങനെ എടുക്കുക വെച്ചാൽ കൗണ്ട് ചെയ്യണം. ഇപ്പോൾ 1 2 3 1 2 3 കൗണ്ട് ചെയ്ത് നേരത്തെ ഈ പാട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. ഇപ്പം മിക്ക ഫിംഗറിങ് ഒന്നായിട്ട് ഓരോ ഫിംഗർ വെച്ച് കാണിച്ചു തരാം. ഇതുണ്ട് 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 ആണ്. അത് 3യുടെ സമയം കൊടുക്കും. പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും 1 കണ്ടോ, വീണ്ടും ഇവിടെ നിങ്ങളൊന്ന് പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെപ്പോഴും 1 2 3 1 2 3 ഇതും 3 4 ബീറ്റിലാണ് ഈ പാട്ടിരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യണ്ട. അങ്ങനെയാണ് ഈ പാട്ട് പോകുന്നത്. അപ്പോൾ മിസ് കാണിച്ചു തന്നാൾക്ക് ഓരോ ഫിംഗറായിട്ട് എടുത്ത് നോക്കണം. നിങ്ങളിങ്ങനെ 1 2 3 ഇങ്ങനെ 1 2 3 ഇതല്ല കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ഓരോ പരിശ്രമിച്ച് നോക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ടുകൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ ആ പാട്ടിലും ഇങ്ങനെ ഏതെങ്കിലും നോട്ടിൽ പിടിച്ചു നോക്കണം. അങ്ങനെയാണ് നമ്മൾ പാട്ടുകൾ വായിക്കാൻ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ബോർഡിൽ ഞാൻ ഈ നോട്ട് എഴുതിയിട്ടുണ്ട്. പാട്ടിൻ്റെ നോട്ടല്ല, നമ്മുടെ ഇ മേജർ സ്കെയിലിൻ്റെ നൊട്ടേഷൻ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇ മേജർ സ്കെയിലാണ് മിസ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇ മേജർ സ്കെയിലിൽ 4 കറുത്ത നോട്ട് വന്നില്ലായിരുന്നോ? അപ്പോൾ 4 ബ്ലാക്ക് കീസ് വന്നപ്പോഴേ ആ 4 ബ്ലാക്ക് കീസിൻ്റെ സിഗ്നേച്ചറാണ് ഇവിടെ ഈ കാണുന്നത്. കണ്ടോ, ഇത് വന്നിട്ട് 4 ബ്ലാക്ക് കീസ് വരുമ്പോഴേ ജി ഷാർപ്പ് വന്ന് കണ്ടോ. അപ്പം ജി ഷാർപ്പിൻ്റെ ഷാർപ്പ് ഇതാണ്. അപ്പം ഇത് എഫ് ഷാർപ്പിൻ്റെ ഷാർപ്പ്, ഇത് സി ഷാർപ്പിൻ്റെത്, ഇത് ഡി ഷാർപ്പിൻ്റെ. അപ്പം ഇങ്ങനെ 4 ഷാർപ്പ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കൊരു മ്യൂസിക് നൊട്ടേഷൻ്റെ ഷീറ്റ് കയ്യിൽ കിട്ടുമ്പോൾ അത് കണ്ടാൽ ഈ ഷാർപ്പ് നിങ്ങൾ കണ്ടാൽ 4 ഇതുപോലെ കണ്ടാൽ
ഇപ്പോൾ പിയാനോ ആണെങ്കിൽ ഇത് 2 എണ്ണം ഇങ്ങനെ വരും. അതേ സമയത്ത് നമുക്ക് വന്ന ഓർഗൻ നോട്ടാണ് അല്ലെ മറ്റേതെങ്കിലും ഇൻസ്ട്രുമെൻറ്റിൻ്റെ നോട്ടാണെങ്കിൽ ഇത് കാണില്ല, ഇതായിരിക്കും. അപ്പം നിങ്ങൾ ഈ ബ്ലാക്ക് ഷാർപ്പ് 4 എണ്ണം കണ്ടാൽ അവിടെ നിന്ന് 4 കറുത്ത നോട്ടിൽ പ്ലേ ചെയ്യണം. അതാണ് അതിൻ്റെ മീനിങ്. അപ്പം നമ്മൾ ഈ മേജർ സ്കെയിൽ ആരംഭിക്കുന്ന ഇയിൽ നിന്നാണ്. ഇത് ഈ നോട്ടാ, ഇ എഫ് മോളിൽ എഴുതിയിട്ടുണ്ട് മിസ് കേട്ടോ. ഇ എഫ് ജി എ ബി സി ഡി ഇ. അപ്പം ഇത് ട്രബിൾ ക്ലബിൻ്റെ നൊട്ടേഷൻ നോട്ട് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ലെഫ്റ്റിൻ്റെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടോ, ഇത് കണ്ടോ. ഇത് അതുപോലെ തന്നെ ഈ എന്നാൽ ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ ഒന്ന് എന്തുവാ, ഗായ, ഗ മ പ ദ നി സ. ഇവിടെയാണ് രീ പറഞ്ഞായിരുന്നല്ലേ, ഞാൻ രായായിട്ട് വെച്ചത്, രീ. ഓക്കെ, സ രി ഗ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്. അന്നേരം ഇത് നിങ്ങൾ ഒന്നുകൂടി ഞാൻ നന്നായിട്ട് എഴുതിട്ട് രീ എഴുതിയപ്പോൾ തെറ്റിപ്പോയി. ഓക്കെ, സരിഗമ, സരിഗ. അപ്പം നമ്മളുടെ മായുടെ വന്നത്. അപ്പം ഗായിൽ നിന്നാണ് എപ്പോഴും ഈ നോട്ട്, ഈ മേജർ സ്കെയിൽ ആരംഭിക്കുമ്പോൾ എപ്പോഴും ഗ, ഇയിൽ നിന്നായിരിക്കും ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത്രയാണ് പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. നിങ്ങൾ ഈ നൊട്ടേഷൻ എഴുതി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ നോക്കും. അപ്പോൾ നൊട്ടേഷൻ കണ്ട് വായിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. അതല്ല ചുമ്മാ സരിഗമെന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് നൊട്ടേഷൻ്റെ ഒരു പേപ്പർ കിട്ടിയാൽ വായിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. 4 ഷാർപ്പ് നോട്ട് വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മിസ് പഠിപ്പിക്കുന്ന മനസ്സിലാകുന്നുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കണം കേട്ടോ. പിന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താണെങ്കിൽ നിങ്ങൾ തെളിയത്തുള്ളൂ. നല്ലപോലെ വായിക്കണമെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഒരു പ്രാവശ്യം കണ്ടതുകൊണ്ട് പോരാ. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.